HSA സോഷ്യൽ സയൻസിലെ ഒരു പ്രധാന ടോപ്പിക് വീരകേരളവർമ്മ പഴശ്ശിരാജ. ഹി ഈസ് നോൺ ആസ് പ്രിൻസ് റീജന്റ് ഓഫ് കിങ്ഡം ഓഫ് കോട്ടയം. കേരളവർമ്മ പഴശ്ശിരാജ ജനിച്ചത് 1753 കോട്ടയം രാജവംശത്തിലാണ്. കോട്ടയം ജില്ലയല്ല, കോട്ടയം രാജവംശമാണെന്ന് ഓർക്കുക. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിന്റെ ആസ്ഥാനം. ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് മറ്റു പല വിശേഷണങ്ങൾ കൂടിയുണ്ട്. ചന്ദ്രകുല വീര, ശക്തൻ രാജ, വീരപഴശ്ശി എന്നും അറിയപ്പെട്ടിരുന്നു. പഴശ്ശിരാജയുടെ ഭരണകാലം 1774 തൊട്ട് 1805 വരെ. അദ്ദേഹത്തിന്റെ മുൻഗാമിയുടെയും പിൻഗാമിയുടെയും പേര് വീരവർമ്മ എന്നാണ്. മുൻഗാമി വീരവർമ്മ സഹോദരനായിരുന്നു. പിൻഗാമി വീരവർമ്മ അദ്ദേഹത്തിന്റെ മരുമകനായിരുന്നു. 30 നവംബർ 1805 മാവില തോടിനടുത്തു വെച്ച് അദ്ദേഹം മരണപ്പെട്ടു, പുൽപ്പള്ളിയിൽ. ഈ പഴശ്ശിരാജയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSCയുടെ ചോദ്യങ്ങളാണ്. ആദ്യം എല്ലാവരും ഈ PSC ക്വസ്റ്റ്യൻ വെച്ച് ഒന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി? കേരളവർമ്മ പഴശ്ശിരാജ. നമ്പർ 2, പഴശ്ശിരാജയെ കേരള സിംഹം എന്നു വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണി. നമ്പർ 3, ഏതു രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ? വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ. നമ്പർ 4, കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? കോട്ടയം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 തൊട്ട് 1797 വരെ. നമ്പർ 6, രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 തൊട്ട് 1805 വരെ. നമ്പർ 7, ഒന്നാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് സമാധാന ചർച്ചയ്ക്കായി നിയോഗിക്കപ്പെട്ട ബോംബെ ഗവർണർ ജോനാഥൻ ഡങ്കൻ. നമ്പർ 8, രണ്ടാം പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ സർ ആർതർ വെല്ലസ്ലി രൂപം നൽകിയ പ്രാദേശിക പോലീസ് സേന കോൽക്കാർ. 9, ബ്രിട്ടീഷുകാരും ആയുള്ള ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം 1805 നവംബർ 30-നാണ്. നമ്പർ 10, കേരള ചരിത്രത്തിൽ കോട്ടയം കേരളവർമ്മ ഏതു പേരിലാണ് പ്രശസ്തൻ? പഴശ്ശിരാജ. പഴശ്ശിരാജയെ കുറിച്ച് PSCക്ക് വരണ ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.